ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് ഒരു ലൈക്കും ഒരു ഹൈപ്പും തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ കയറി കണ്ടു കാണും. അപ്പൊ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും നമുക്ക് ഇന്ന് എന്താ വിശേഷം വരാത്തതെന്ന്. അപ്പൊ ഇതുവരെ വിശേഷം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മെഗാ എപ്പിസോഡ് ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല ഇന്നത്തെ വിശേഷം വരാത്തത്. ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല, വിശേഷങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ്. അലീനയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈജയനെ കൊണ്ട് എങ്ങനെയെങ്കിലും അലീനയുടെ മനസ്സ് മാറ്റിക്കണം എന്ന തീരുമാനത്തോടു കൂടി കമലയും രാജീവനും ശിവനും ഒക്കെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അലീനയുടെ മനസ്സ് മാറ്റിച്ച് നമ്മുടെ ശരണ്യനെ കൊണ്ട് ആ പരാതി ഒന്ന് പിൻവലിപ്പിക്കണം. അതാണ് ഇനിയിപ്പോ ഏകെയുള്ളൊരു മാർഗം, ഏകെയുള്ളൊരു ലക്ഷ്യം. ആരുടെ? കമലയുടെയും ശിവന്റെയും. അങ്ങനെ നമ്മുടെ കമല പറയുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും അവരുടെ മകനെ എങ്ങനെയെങ്കിലും ഊരി രക്ഷപ്പെടുത്തി എടുക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ അലീന കാണാൻ പോകുമോ? അലീനയാണ് രോഹിത്തിനെ കാണാനായിട്ട് ബാലചന്ദ്രന്റെ കൂടെ പോയിരിക്കുന്നത്. പിന്നെ ഇവിടത്തെ ഒരുത്തരും പോയിട്ടുണ്ടല്ലോ. അവന് എന്ത് സ്നേഹമാ കൂടപ്പറപ്പിനോടുള്ളത് ശിവേട്ട. അവന്റെ സ്വന്തം അനിയനെ കാണാൻ വേണ്ടി അവൻ പോയോ? ഇല്ല. എന്നിട്ട് ബാലചന്ദ്രന്റെ സന്താനത്തിനെ കാണാൻ വേണ്ടി പോയിരിക്കുക. അവന് എന്താ ചെയ്യേണ്ടത്? അവന്റെ രക്തബന്ധം എന്ന് പറയുന്ന ഒരു ബന്ധം എന്താണെന്ന് അറിയാമോ? അതറിയാൻ മേലാഞ്ഞിട്ടാണല്ലോ അവൻ പോയത്. ഒരു ഗുണത്തിനുമില്ല, ഒരു ദോഷത്തിനുമില്ലാത്ത ഒരുത്തൻ, ഇതുപോലെ ഒരു കഴുത. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ പറഞ്ഞു, അതെ എന്റെ പൊന്നു കമലെ, നീ നിന്റെ മകനെ വഴിതെറ്റിച്ച് വളർത്തി ഒരു വിധത്തിൽ എത്തിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വളർത്തിയ മകൻ തന്നെയാണ് മനുവും. മനു ഏതായാലും വഴിപഴിച്ചു പോയിട്ടില്ല. അവന് കുറച്ച് വിവരവും ബുദ്ധിയും സാമർത്ഥ്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഹരീനെ കാണണ്ട, രോഹിത്തിനെ കാണണം എന്നൊക്കെ വെച്ചത്. നീ പറയുന്നത് പോലെ കൂടപ്പറപ്പ് സ്നേഹം ഇല്ലായിരിക്കാം, അത് ശരിയാണ്. പക്ഷേ നിന്റെ ഹരിയുടെ യഥാർത്ഥ സ്വഭാവം വേറെ ആരെക്കാൾ കൂടുതൽ, നിന്നേക്കാൾ കൂടുതൽ, എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാടി അവന് മനുവ്. അപ്പൊ പിന്നെ എങ്ങനെയാടി പോയി കാണാൻ തോന്നുക? എത്ര പ്രാവശ്യം നിന്റെ മകനോട് പോത്തിനോട് വേദം ഓതുന്ന പോലെ ഏതോതി? കാര്യമില്ല, അവന് കാര്യമില്ലെന്നറിയാം. എന്നിട്ടും അവനെ തല്ലി നോക്കി, നന്നായില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? പോയ വഴിക്ക് അങ്ങോട്ട് പോകട്ടെ എന്ന് വെച്ചു. അങ്ങനെ പോകട്ടെ, അല്ലാതെ അവന് അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മള് അച്ഛനും അമ്മയുമായി പോയില്ലേ, എനിക്കൊരു കടമയുണ്ടല്ലോ. ഞാന് ചുമ്മാ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടതല്ലല്ലോ. ഇത്രയും വളർത്തി ഇത്രയും വരെ ആയില്ലേ, അതിന്റെ ഒരു കടമ. ആ കടമയ്ക്ക് വേണ്ടി മാത്രം സത്യം പറഞ്ഞാൽ ഞാൻ ഹരീനെ പുറത്തിറക്കാൻ നോക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല. നാണക്കേടും അതും ഇതും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം പുറത്തിറക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്താ പറയുക? നമ്മുടെ മകനായി പോയില്ലേ. അതുകൊണ്ട് മാത്രമാ ഞാൻ ഈ വൃത്തികെട്ട കേസിന് ഇറങ്ങി തിരിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മനുവെ പോലെ മാറി നിന്നേനെ. ഓ, നിങ്ങൾക്ക് ഇപ്പൊ അലീന ആയിരിക്കുമല്ലേ വലുത്. അലീന പറയുന്ന വാക്യങ്ങളായിരിക്കുമല്ലേ നിങ്ങൾ ഇപ്പൊ സിന്താവ വെച്ചോണ്ട് നടക്കുന്നത്. പ്രതിയെ രക്ഷപ്പെടുത്താൻ പാടില്ല, നിരപരാധിയെ രക്ഷപ്പെടുത്തണം, നിരപരാധിക്ക് നീതി മേടിച്ചു കൊടുക്കണം. ഇതായിരിക്കും അലീനയുടെ വാക്യം. ഇതാ. അപ്പൊ ഇത് നിങ്ങൾ ഏറ്റെടുത്തോന്ന് ചോദിച്ചപ്പോ എന്റെ പൊന്നു കമല, നീ ഒന്നും മാറി പോകുന്നുണ്ടോ എന്ന് എന്റെ മുമ്പിൽ നിന്ന്. മനു വേണമെങ്കിൽ പോയി കാണും, വേണ്ടെങ്കിൽ അവൻ കാണണ്ട. അതിനിപ്പോ നിനക്കെന്താ? നിനക്ക് നിന്റെ മകനെ കാണണം തോന്നുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ കൊണ്ടുപോയി കാണിക്കാം. അല്ലാതെ വെറുതെ ചുമ്മാ ഇട്ട് ഇളക്കി കോളമാക്കാൻ വേണ്ടി വരുന്ന നിന്റെ ഈ സ്വഭാവം ഒന്ന് നിർത്തി വെക്ക്. എന്തു പറ്റി? വൈജയനെ വിളിച്ചിട്ടൊന്നും ഏറ്റില്ലേ? അതുകൊണ്ടാണോ നീ? അല്ല ശിവേട്ട, ഞാൻ പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. ഞാൻ വേറെ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. മിക്കവാറും നോക്കിക്കോ, ആ രോഹിത്തിനെ അവൾ എങ്ങനെയെങ്കിലും പുറത്തിറക്കും. ബാലചന്ദ്രൻ പറഞ്ഞാൽ അവള് കേൾക്കാതിരിക്കുവോ? ബാലചന്ദ്രൻ പറഞ്ഞാൽ അവള് കേൾക്കും. സ്വന്തം മകനെ ജയിലിൽ പോയി കണ്ടിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി ബാലചന്ദ്രൻ അടങ്ങി നിൽക്കുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല ശിവേട്ട. അവന്റെ ആ ദുരവസ്ഥ കണ്ടിട്ട് ഒരിക്കലും ഇനി ബാലചന്ദ്രൻ അടങ്ങി നിൽക്കില്ല. ബാലചന്ദ്രൻ മകനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ പുറത്തിറക്കി കഴിഞ്ഞാല് നോക്കിക്കോ ഹരിയെ എങ്ങാനും പുറത്തിറക്കാതെ രോഹിത്തിനെ എങ്ങാനും പുറത്തിറക്കിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വിറച്ച് തെന്നിച്ച് വാളിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടോ നമ്മുടെ കമല. ഇതേ സമയം പിന്നെ ശിവൻ ഇങ്ങനെ നിപ്പുണ്ട്, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഈ സമയം നമ്മുടെ വൈജയനെ കാണിക്കുന്നുണ്ട്. വൈജയ ആണെങ്കിൽ ഈ വിവരം അറിഞ്ഞു. അലീനയും കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ രോഹിത്തിനെ കാണാൻ വേണ്ടി പോയതെന്ന്. അതെങ്ങനെയാണ് അറിയുന്നത്? ബബിത ഫോൺ വിളിച്ച് പറയാണ്. അങ്ങനെ ബബിതനെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് നിന്റെ അച്ഛൻ എന്ത് ചെയ്യടി എന്ന് ചോദിച്ചപ്പോഴാണ് ബബിത പറഞ്ഞത്, അച്ഛൻ രോഹിത്തിനെ കാണാൻ പോയി. അതെ, അവളെ അലീനയും കൂട്ടിക്കൊണ്ടാ പോയതെന്നേ. അലീനയും കൂട്ടിക്കൊണ്ട് പോയെന്നോ? അതെ അമ്മേ, അലീനയും കൂട്ടിക്കൊണ്ട. എന്നിട്ടത് നീ പോകാത്തത്? എടി നിനക്ക് പോകത്തില്ലായിരുന്നോ? ബെസ്റ്റ്, ഞാൻ ചെല്ലാനോ? ആ അലീനയുടെ കൂടെയോ? അവളുടെ കൂടെ ഒന്നും യാത്ര ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. അവളെ കൊണ്ടുപോകത്തില്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞു.
പക്ഷെ അച്ഛൻ അവളെ കൊണ്ടുപോയേ പറ്റൂ. അവളില്ലാതെ അച്ഛൻ ഇപ്പൊ ഉണ്ണാനും ഉറങ്ങാനും ഒന്നും പറ്റത്തില്ലല്ലോ. അതായിരിക്കും അവളെ കൊണ്ടുപോയത്. ഇടി മന്ദബുദ്ധി, നിനക്ക് എങ്ങനെയെങ്കിലും അവരുടെ കൂടെ പോകത്തില്ലായിരുന്നോ? ആ രോഹിത്തിനൊന്ന് കാണത്തില്ലായിരുന്നോ? എന്നിട്ട് ബാലചന്ദ്രൻ പോയിട്ട് എന്താ ഉണ്ടായ, എന്താ വിവരം പറഞ്ഞത്? ആ, എനിക്കൊന്നും അറിയത്തില്ല. എന്തുണ്ടായോ, എന്ത് കണ്ടോ, എന്ത് കേട്ടോ? ആ കൃഷ്ണമോളോട് ചോദിച്ചാൽ വിവരം അറിയായിരിക്കും. ആ അലീനയുടെ കൈയും കാലും പിടിച്ചാലല്ലേ വിവരങ്ങളെല്ലാം എന്നോട് പറയത്തുള്ളൂ. എനിക്ക് അവളുടെ കൈയും കാലും പിടിക്കാൻ പറ്റത്തില്ല. അല്ല, നിനക്കൊന്ന് ചോദിക്കത്തില്ലായിരുന്നോ? ഇടി, നിന്റെ രോഹിതേട്ടന്റെ കാര്യം അറിയാനല്ലേ? ആരുടെ കാര്യം അറിയാനാണെങ്കിലും എനിക്ക് അവളുടെ കാലും കൈയും പിടിക്കാൻ പറ്റത്തില്ല അമ്മേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവളുടെ കാലും കൈയും പിടിച്ച് വിവരം അറിയേണ്ട ഒരു കാര്യമില്ല. ഇടി, നിന്റെ കൂടപ്പിറപ്പല്ലേ ഇടി. ആ, എന്നാലേ ഒരു കാര്യം ചെയ്യ, അമ്മ അലീനയുടെ നമ്പർ ഞാൻ തരാം, വിളിച്ചങ്ങോട്ട് ചോദിക്കാം. എന്റെ പട്ടി വിളിക്കും, എനിക്ക് പറ്റത്തില്ല അവളെ വിളിക്കാന്. ഇതുപോലെ തന്നെയാ, എനിക്കും പറ്റത്തില്ല അവളെ വിളിക്കാനായിട്ട്, അവളോട് ചോദിക്കാനായിട്ടും അവളോട് മിണ്ടാനായിട്ടും. അല്ല, അമ്മ ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക്. അല്ല, നിന്റെ അച്ഛനോട് നിനക്ക് ചോദിക്കത്തില്ലേ? ആ, അച്ഛനോട് ചോദിച്ചാൽ ബഹു കേമോ, നല്ല രസവാ. അച്ഛനോട് ചെല്ലാൻ പറഞ്ഞതാ. അലീന ഉണ്ടായിട്ടാ ഞാൻ പോകാത്തത്. ഇനി അച്ഛന്റെ വായിലിരിക്കുന്ന കൂടെ ഞാൻ കേൾക്കണം അല്ലേ? ആവശ്യത്തിലേറെ അച്ഛൻ എന്നെ ഇവിടെ ചീത്ത പറയുന്നുണ്ട്. അലീന ചേച്ചീന്ന് അവളെ എന്നെ വിളിപ്പിക്കുന്നത് അറിയാമോ അമ്മയ്ക്കോ? ഓ, ഒരു കോച്ച് വന്നേക്കുന്നത്. നീ എന്തിനാ അത് പറയുന്നതൊക്കെ കേൾക്കുമ്പോ വിളിക്കാൻ പോകുന്നത്? വിളിക്കാതെ പിന്നെ അമ്മ എത്രയും പെട്ടെന്ന് വരുന്നുണ്ടോ? സത്യമായിട്ട് ഇവിടെ എനിക്ക് വീർപ്പ് മുട്ടുക. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാം. അലീന അലീന അലീന, അവള് പറയുന്ന വേദവാക്യം കേട്ട് ഇവിടെ നിൽക്കാൻ എനിക്കിനി പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് വാ അമ്മേ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും വൈജയ്ക്കും വല്ലാത്ത കലിയായിട്ടോ. വൈജ പറഞ്ഞു, മോളെ, ഞാനേ ഡിവോഴ്സിന്റെ കാര്യങ്ങൾക്കെല്ലാം നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ ഞാൻ ബാലചന്ദ്രന്റെ ഭാര്യ അല്ലായിരിക്കും. ആ അവകാശം എനിക്ക് പൂർണ്ണമായിട്ടും നിഷേധിക്കണം. എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങി നമുക്ക് വല്ല ഫ്ലാറ്റും എടുത്ത് എനിക്ക് അവിടെ താമസിക്കാമല്ലോ. എനിക്ക് രോഹിത്തിന്റെ കാര്യവും നോക്കണം, അവനെ സുരക്ഷിതനാക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമലയാണ്. അപ്പൊ കമലയെ ഫോൺ വിളിക്കുക നമ്മുടെ വൈജ, വിവരങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ ശിവൻ വിളിച്ചു കേട്ടോ. ശിവൻ വിളിക്കുകയല്ല ചെയ്തത്, സോറി, നമ്മുടെ മനു എത്തി. മനു കൈതക്കൽ തറവാട്ടിൽ എത്തിയപ്പോഴത്തേക്കും തന്നെ ശിവൻ ചോദിച്ചു, രോഹിത്തിനെ കണ്ടോ, എന്തായി കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, അത് പിന്നെ രോഹിത്തിനെ കാണുകയൊക്കെ ചെയ്തു. പക്ഷെ രോഹിത് ഒന്നും സംസാരിക്കാൻ നിന്നില്ല അച്ഛാ. അവന് സംസാരിക്കണ്ട, അവനെ ആരും രക്ഷിക്കണ്ട, അവന് ശിക്ഷ അനുഭവിച്ചോളാം, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ നമ്മുടെ കമല ഇത് കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും കമല ചോദിച്ചേ, അവനവിടെ കിടന്ന് ചത്തോളാന്നോ? അവൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഓ, അവന്റെ അവസ്ഥ ഇപ്പൊ അതാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ലാസ്റ്റ് അല്ലേ വെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ അവനും കരുതി കാണും ഹരിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. ഓ, പിന്നെ ഹരിയുടെ കൂടെ ആര് കൂടി എന്നാ മനു നീ പറയുന്നത്? എന്റെ മോനെ അവിടെ ഇവിടെ വിളിച്ചോണ്ട് പോയി കള്ളും കുടിപ്പിച്ചിട്ട് കുളവാക്കിയത് ആരാന്നറിയാമോ? അവനാ, ആ രോഹിത്. എന്നിട്ട് ഹരിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ? ഞാനൊരു കാര്യം പറയാം മനു. രോഹിത് അങ്ങാണം എന്റെ ഹരി ഇറങ്ങാതെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നത് യുദ്ധമായിരിക്കും. കൊടും യുദ്ധം. സമ്മതിക്കത്തില്ല ഞാന്. അതിനാരെയാ രോഹിത് പുറത്തിറക്കുന്ന അമ്മേ? ആരെങ്കിലും രോഹിത് പുറത്തിറക്കുന്നുണ്ടെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ ആരെങ്കിലും പുറത്തിറക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ രോഹിത് ഇറങ്ങുന്നു തോന്നുന്നുണ്ടോ? അവന് പുറത്തിറങ്ങണ്ട, അവനെ വക്കീലിന് വെക്കണ്ട, അവനെ വാദിക്കണ്ട, അവന് ജാമ്യം കിട്ടണ്ട, ഞാൻ ജയിലിലേക്ക് പൊക്കോളാം, ഇതൊക്കെയാ ഇപ്പോഴും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിന്റെ ഭ്രാന്ത അവനെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും അറിയത്തില്ലമ്മേ, അവനെന്താ അങ്ങനെ പറയുന്നതെന്ന്. ഇപ്പൊ തോന്നിക്കാണും താൻ ചെയ്തത് തെറ്റാണെന്ന്. ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും. എനിക്കൊന്ന് പോയി ഫ്രഷ് ആകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല, നീ ഹരീനെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഹരീനെ കാണാൻ നിന്നില്ല. അതെന്താണ് നീ ഹരീനെ കാണാൻ നിൽക്കാത്തത്? നീ പോയി രോഹിത്തിനെ കണ്ടല്ലോ. ആര് പറഞ്ഞു ഞാൻ രോഹിത്തിനെ കണ്ടത്? ഞാൻ രോഹിത്തിനെ കണ്ടോ, രോഹിത്തിനോട് സംസാരിച്ചോ ഒന്നുമില്ല. എനിക്ക് ആരും കാണുവാൻ വേണ്ട, ആരോടും സംസാരിക്കുകയും വേണ്ട. എന്നിട്ട് നീ എന്തിനാണ് ബാലചന്ദ്രന്റെ കൂടെ അവിടം വരെ പോയത്? അത് പിന്നെ ഞാൻ അവിടെ പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ബാലചന്ദ്രങ്ങളുടെ കൂട്ടുപോയി. അത് മാത്രം. ജെനുവിനായ ആരുടെയും കൂടെ എനിക്ക് നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ലമ്മേ. അത് ജെനുവിനായിരിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇതുപോലെ പട്ടിയോടും പൂച്ചയോടും പരദൂഷണം പറഞ്ഞു നടക്കുന്ന അമ്മയോട് ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് അമ്മയുടെ പണി നോക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അങ്ങ് കയറി പോവാണ്. അപ്പൊ മനു കയറി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി മനുവിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ മനുവിനോട് ചോദിക്കുന്നുണ്ട്, മോനെ എന്തായി കാര്യങ്ങളൊക്കെ? അവന്മാരെ കണ്ടോ? അവന്മാരുടെ അവസ്ഥ എന്താ? അവന്മാർക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ടോ? അതോ ജയിലിൽ എല്ലാവരും കൂടി ഇടിച്ച് അമ്മരെ പരുവാക്കി വെച്ചേക്കാണോ എന്ന് ചോദിക്കുമ്പോ എന്ത് ചെയ്യാനാ മുത്തശ്ശി? ഇടിച്ചു പരുവാക്കി വെച്ചേക്കുവാണെന്ന് വെച്ചാൽ ഇപ്പം വലിയ ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നത്. പക്ഷെ ഇടിക്കാതെ അടിക്കാതെ ഒന്നും ഇരിക്കത്തില്ല. കാരണം അവന്മാർ ചെയ്തിരിക്കുന്ന അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണല്ലോ. അതെ, ഈ ജയിലിൽ സീനിയേഴ്സ് ഉണ്ട്, അവർക്ക് ഒരു പ്രത്യേക സ്ഥാനം അവിടുത്തെ പോലീസുമാരും മാസ്റ്റർമാരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് ചിലപ്പോൾ ഇടി കിട്ടിയെന്നോ അടി കിട്ടിയെന്നോ തല്ല് കിട്ടിയെന്നോ ഇരിക്കും. പ്രത്യേകിച്ച് ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് വന്ന കേസാണെന്ന് അറിയുമ്പോൾ അവന്മാരെ എടുത്തിട്ട് ചിലപ്പോൾ ചതച്ചെന്നും ഇരിക്കും. പക്ഷെ അവന്മാർക്ക് ചതിക്കാൻ നന്നായിട്ട് അറിയാം, ശരീരത്ത് പാടുവരാതെ. അങ്ങനെ വല്ലതും കിട്ടിയെന്ന് അറിയത്തില്ല. അല്ല, രോഹിത് എന്താ പറഞ്ഞത്?
രോഹിത് എന്ത് പറയാനാ, അവന് ജാമ്യത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അതെന്താ അവൻ അങ്ങനെ പറയുന്നത്? ആർക്കറിയാം, സ്വയം ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടായിരിക്കും എല്ലാത്തിനും. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി കുറ്റബോധം തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും അങ്കിളിന് വളരെ വിഷമായിട്ടുണ്ട്. അങ്കിള് വിഷമിച്ചിട്ട് തന്നെയാ ഇപ്പം വന്നത്. അല്ല, നീയേ അലീനയോടൊന്ന് ചോദിക്കത്തില്ലായിരുന്നോ? അതെ, അലീനയും ആ പെങ്കൊച്ചും ഭയങ്കര കൂട്ടാന്നോ ഒക്കെ പറയുന്നത് കേട്ടല്ലോ. നിനക്ക് പറയത്തില്ലായിരുന്നോ അലീനയോട് ഈ കേസ് പിൻവലിക്കാനായിട്ട്? നീയല്ലേ അലീനയുടെ രക്ഷകൻ, നീയല്ലേ അലീനയെ ഇവിടെ കൊണ്ടുവന്നത്, നീയല്ലേ അലീനയുടെ ഗാർഡൻ. അപ്പൊ പിന്നെ നീ ചിലപ്പോ പറയുവാണെങ്കിലോ, മുത്തശ്ശി, എന്റെ അമ്മയും എന്റെ അച്ഛനും രാജീവങ്കളും ഒക്കെ പറയുന്നത് പോലെ വെറുതെ ഇങ്ങനെ ഓരോന്നും എന്നോട് പറയാതെ. ഞാനൊരു കാര്യം പറയാം, ഞാൻ അങ്ങാനും ഇത് പറയാനായിട്ട് അലീനയുടെ മുമ്പിൽ ചെന്ന് നിന്നാലുണ്ടല്ലോ, എന്റെ അഭിമാനം അതിന് സമ്മതിക്കത്തില്ല. അവൾ ഒരിക്കലും ഇതിനും സമ്മതിക്കാനും പോകുന്നില്ല. അവള് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല, അവളുടെ രക്തത്തിൽ അത് അടങ്ങിയിട്ടുണ്ട്. അവള് ബ്രിജിത്താമ്മ വളർത്തിയ പെങ്കൊച്ച. ആ ബ്രിജിത്താമ്മയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് വളർന്നത് അലീന. അതുകൊണ്ട് തന്നെ തെറ്റേതെന്നും ശരി എന്തെന്നും തിരിച്ചറിയാനുള്ള കഴിവ് അവക്കുണ്ട്. അവള് നീതിയുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ, ന്യായത്തിന്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. ഇനിയിപ്പം ആ പെങ്കൊച്ചിന് നീതി കിട്ടിയില്ലെങ്കിൽ അത് മേടിച്ചു കൊടുക്കാനും അവള് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചെന്ന് പറയുന്നത് എങ്ങനെയാ മുത്തശ്ശിക്ക് എന്താ നാണമില്ല ഇതൊക്കെ പറയാനായിട്ട്? അല്ല, ബാലചന്ദ്രൻ വല്ലാതെ ഇടഞ്ഞു നിൽക്കുകയാണല്ലോ. അതെ, വൈജ എന്തോ നോട്ടീസൊക്കെ അയച്ചെന്ന് കേട്ടു. അമ്മയുടെ മോൾക്ക് തലയ്ക്ക് ഭ്രാന്ത, നല്ല ഭ്രാന്ത്. ഒന്നുണ്ടെങ്കിൽ ഓലക്കയ്ക്ക് തല്ലണമായിരുന്നു. ആങ്ങളമാരും അച്ഛനും അമ്മയൊക്കെ കൂടി പുനാരിച്ച് കയറ്റി വളർത്തി വെച്ചതല്ലേ. വാശിയും പിടിവാശിയും നിർബന്ധയും അഹങ്കാരവും എല്ലാം തലയ്ക്ക് പിടിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം പടുകുഴിയിലേക്ക് വീഴും. അന്ന് സത്യങ്ങളൊക്കെ അറിയുമ്പോ വൈകിപ്പോകും. മോളെ വേണമെങ്കിൽ ഒന്ന് വിളിച്ചേ, ഫോണുണ്ടല്ലോ, വിളിച്ച് ഒന്ന് വേദോതി കൊടുത്തേരെ. ഇല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ ഒന്നും നിൽക്കുന്ന കേസല്ല ഇത്. മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരാളാ അങ്കിള്. അവനെവിടെ നിന്നാടാ മാന്യമര്യാദ? അല്ല, നീ വായെടുക്കുമ്പോ പറയുന്നുണ്ടല്ലോ വൈജ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. എന്താടാ ബാലചന്ദ്രൻ ചെയ്തു വെച്ചിരിക്കുന്നത്? അവനും അവിധത്തിൽ ഒരു മോളുണ്ടെന്നല്ലേ പറയുന്നത്. മുത്തശ്ശി, എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. സ്വന്തം മകളുടെ കുറ്റം മറയ്ക്കാനായിട്ട് മറ്റുള്ളവരുടെ തലയിലെ വെച്ചിരിക്കുന്ന എല്ലായിടത്തും ഇപ്പം വിളമ്പിട്ട് കഴിഞ്ഞാലേ മുത്തശ്ശി മിണ്ടാതിരിക്കുക, അതായിരിക്കും മുത്തശ്ശിക്ക് നല്ലത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വയസ്സാം കാലത്ത് വല്ല പ്രാർത്ഥനയൊക്കെ നടത്തി ഇവിടെ ഇരിക്കാൻ നോക്കും മുത്തശ്ശി. ഞാനൊരു കാര്യം പറയാം. അലീന ആരാണെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാലോ. അലീന നീതിയുടെ ന്യായത്തിന്റെ കൂടെ നിൽക്കത്തുള്ളെന്നും അറിയാലോ. അപ്പൊ പിന്നെ അലീന ആ വീട്ടിലേക്ക് വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണങ്ങൾ കാണും. അത് നല്ല കാരണങ്ങളാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് മുത്തശ്ശിക്ക് ഉണ്ടെങ്കിൽ ഇപ്പം മുത്തശ്ശിയുടെ മോളെ വിളിച്ചിട്ട് മുത്തശ്ശിയുടെ മോളോട് ഡിവോഴ്സിന്റെ നോട്ടീസ് പിൻവലിക്കാൻ പറ. ഇല്ലെങ്കിൽ ഇത് വലിയ വിഷയത്തിൽ ചെന്ന് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു ഇറങ്ങി പോവാണ് കേട്ടോ. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശി വൈജയനെ വിളിക്കാൻ കേട്ടോ. മുത്തശ്ശി വൈജയനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ചൂട് വിടാതെ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, നീ ഇനിയെങ്കിലും അടങ്ങിയില്ലെങ്കിൽ ഇതിവിടെ ഒന്നും നിൽക്കത്തില്ല. നിന്നോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നീ ഒന്ന് മനസ്സിലാക്ക് വൈജയ്. നീ ഒന്ന് നിലത്തൊതുങ്ങി നിൽക്ക്. നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഇതിനിടയിൽ നടക്കുന്നുണ്ട്, അതൊന്ന് നീ അറിഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോ പിന്നെ ആര് പറഞ്ഞിട്ടാ ഇപ്പം ഇങ്ങോട്ട് ഫോൺ വിളിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവിടെ ശിവേട്ടനും കമലേടത്തിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അല്ലാതെ ഈ വൈജനെ മാറ്റാനൊന്നും ആരും വരണ്ട. ഈ വൈജ മാറാനും പോകുന്നില്ല. വൈജ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലേ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകും. ചങ്കുറപ്പുണ്ട് വൈജയ്ക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഒരു ഭർത്താവ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ആരാ പറഞ്ഞത്? ഇത്രയും നാൾ ഭർത്താവിന്റെ കൂടെ ജീവിച്ചല്ലോ, ഇനിയിപ്പോ ഭർത്താവില്ലാതെ ഒന്ന് ജീവിച്ചു നോക്കട്ടെ. എന്നെ ആരും ഭരിക്കാനോ എന്നെ ആരും ചൂടാക്കാനോ ഒന്നും വരണ്ട. അമ്മയുടെ കാര്യം നോക്കിയേ. അമ്മ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവത്തില്ല. അവള് ഉള്ള വീട്ടില് ഞാൻ ചെല്ലാനായിട്ട് അവളെ ഇറക്കി വിടാൻ പറഞ്ഞല്ലോ ഞാൻ. അതിനാരെ കൊണ്ടും പറ്റത്തില്ല. എന്നിട്ട് ഇപ്പൊ ഞാൻ അവളെ ഉള്ള വീട്ടില് ചെന്ന് നിൽക്കണം പോലും. വൈജയ്, നീ ഒരു കാര്യം ഓർക്കണം. നിന്റെ കഴിഞ്ഞ കാല കഥ അത് നീ ഒന്ന് ചിന്തിക്ക്. എന്റെ കഴിഞ്ഞ കാല കഥ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇപ്പൊ എനിക്കില്ല. അത് കഴിഞ്ഞ കാലത്തെ കഥയാണ്. അതിന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ഞാൻ കളഞ്ഞൊരു പേപ്പറാ. ആ പേപ്പർ ഞാൻ കീറിക്കളഞ്ഞ് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് അതിപ്പോ അതിന്റെ വഴിക്ക് പോയ കാര്യമാണ്. പിന്നെ ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വരാനേ അങ്ങേർക്കൊരു മോളുണ്ട്, എനിക്കൊരു മോളും ഇല്ല, ഒരു മോനും ഇല്ല. പിന്നെ അമ്മേനെ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ ഫോണൊക്കെ കട്ട് ചെയ്യണുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുമ്പോ മിസ് ചെയ്ത് കളയരുതേ. അപ്പൊ നമുക്ക് നാളത്തെ അടിപൊളി വിശേഷമായിട്ട് നാളെ രാവിലെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ.